നമ്മളെ ജിൻഡോയുടെ ബുദ്ധി നമ്മൾ വിചാരിക്കുന്ന ടൈപ്പല്ല, അതൊക്കെ മേലെയാണെന്ന്. അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം ആ വ്യക്തിയെ മണ്ടൻ എന്നാണ് ധരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരാണ് മണ്ടൻ എന്ന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇന്നലത്തെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് അപ്സരയായിട്ട് ജിൻഡോ സംസാരിക്കുകയാണ്. അപ്സര ചോദിക്കുന്നുണ്ട് എന്താണ് ഇന്നലത്തെ പ്രശ്നം എന്നുള്ളത്. അത് കൃത്യമായിട്ട് ഞാൻ നിനക്ക് പറഞ്ഞുതരാം എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പം അപ്സര ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നീളത്തിൽ കിടന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ആക്കാമായിരുന്നല്ലോ, പക്ഷെ നിങ്ങൾ രണ്ടുപേരും അതിന് തയ്യാറായില്ല, അതല്ലേ ഈ പ്രശ്നത്തിന് കാരണം എന്ന് ചോദിക്കുമ്പം ജിൻഡോ പറയുന്നുണ്ട്, എൻ്റെ അപ്സരെ, ഞാൻ നീളത്തിൽ കിടക്കാതിരുന്നത് ഒന്നുകൊണ്ടല്ല. ഒരുപക്ഷെ ഞാൻ കിടക്കുമ്പം എൻ്റെ ശരീരത്തിലെ കാലോ കയ്യോ വല്ല അവളുടെ ദേഹത്ത് കൊണ്ടു കഴിഞ്ഞാൽ അവൾ വേറെ കാര്യങ്ങളായിരിക്കും പറയുന്നത്. അതൊഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പുറത്ത് കിടന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ പിന്നെ അവളോട് പറഞ്ഞു, നിനക്ക് AC വേണമെങ്കിൽ ഇപ്പുറത്ത് വന്ന് കിടന്നു, ഞാൻ അവിടെ വന്ന് കിടന്നോളാം എന്ന് ഞാൻ അവളോട് പറഞ്ഞായിരുന്നു. പക്ഷേ നിനക്കറിയാമോ, രാത്രി അല്പനേരം പോലും ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല. കാരണം ഉറക്കത്തിൽ ഞാൻ ഞെട്ടി ഉണരും. ഉറക്കത്തിൽ ഞാൻ ആരുടെയെങ്കിലും മേത്ത് കയ്യോ കാലോ ഒക്കെ വെക്കുന്ന ഒരു ശീലം എനിക്കുണ്ട്. ഏതെങ്കിലും കാരണവശാൽ അവരുടെ ശരീരത്തിൽ കയ്യോ കാലോ കൊണ്ടു കഴിഞ്ഞാൽ നാളെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞുണ്ടാക്കുന്നതൊന്നും നിങ്ങൾക്കറിയില്ല. അതെനിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് എനിക്ക് പുറത്തു പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉറങ്ങാതെ കാത്തിരുന്നത് എന്ന് പറയുന്ന ജിൻഡയെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അപ്സരയോട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ പോട്ടെ, ഇതെല്ലാം ഗെയിമിൻ്റെ ഭാഗമാണെന്ന് വിചാരിക്കാം, പക്ഷേ എൻ്റെ ശരീരത്ത് അടിച്ചതോ, അതിനെപ്പറ്റി എന്തേ പറയുന്നില്ല? ഇതേതായാലും എനിക്ക് ക്ലാരിഫിക്കേഷൻ വേണം. ഞാൻ ലാലേട്ടനോട് ഇതിനെപ്പറ്റി ചോദിക്കും, ഉറപ്പ് തന്നെ. അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ച് വെക്കുന്ന ജിൻഡോയാണ് ആ സംഭാഷണത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പല കാര്യങ്ങളും അവിടുത്തെ മത്സരാർത്ഥികളോട് വായിട്ടടച്ച് സംസാരിക്കാൻ ജിൻഡോ തയ്യാറല്ല. ഇതെല്ലാം ബിഗ് ബോസിനോടോ ലാലേട്ടനോടോ ചോദിച്ച് അതിന് ഉത്തരം തേടുകയെന്നുള്ളതാണ് ജിൻഡോയുടെ ലൈൻ. ജിൻഡോയ്ക്ക് വ്യക്തമായിട്ടറിയാം ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ സ്ക്രീൻ സ്പേസ് നേടുക എന്നുള്ളതാണ് തൻ്റെ വിജയമെന്ന്. അതിന് എന്ത് കളി കളിക്കാനും ജിൻഡോ തയ്യാറാകും. കാരണം ലാലേട്ടനോട് കാര്യങ്ങൾ തിരക്കുമ്പം ക്യാമറ കണ്ണുകൾ തന്നിലേക്ക് ആവാഹിക്കാനും ജിൻഡോയ്ക്കറിയാം.